പെൺകുട്ടികളോടും അവരുടെ പാരൻസിനോടാണ് എൻ്റെ ഈ റിക്വസ്റ്റ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൺകുട്ടികളെയും അവസ്ഥ കാണുമ്പോൾ പാവം തോന്നുകയാണ്. കാരണം ഈ ആൺകുട്ടികൾക്കും വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിയാണോ തെറ്റോ നിങ്ങൾ മനസ്സാക്ഷിയോട് മാത്രം ചോദിച്ചു ഉത്തരം തന്നാൽ മതി. എന്ന് വെച്ചാലേ ഇപ്പോഴത്തെ ഒട്ടുമിക്ക പുരുഷന്മാരും അവരെ ഒരു 25 വയസ്സാകുമ്പോഴത്തേനും അവരൊരു ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആവില്ല. ചിലപ്പം അവരുടെ ഫാമിലിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് അഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റണം. അതല്ല നിങ്ങൾക്ക് ഇനി പഠിക്കാനാണ് ഇമ്പോർട്ടൻറ്റ്, ജോലി വേണം, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ഒന്ന് സ്നേഹത്തോടെ നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞാൽ ഏതൊരു പാരൻസിനും അത് മനസ്സിലാവും. കാരണം സ്വന്തം മക്കളെ മനസ്സിലാക്കാത്ത ഒരു പാരൻറ്റും ഇല്ല. പക്ഷെ അത് നിങ്ങൾ പറയുന്ന രീതിക്കുള്ള വ്യത്യാസമാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും മനസ്സിൽ വെച്ച് പറയാതിരുന്നുണ്ട്. ഇപ്പോൾ അഫെയർ ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അയാളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവള് സ്നേഹിച്ച ആള് കൂടെ പോവാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുക ചെയ്യുക. പക്ഷെ ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ആ ഒരു പയ്യന്റെ ലൈഫാണ്. ഇപ്പം പെൺകുട്ടികളെ കിട്ടാനില്ല, അതുകൊണ്ട് ഒരുപാട് തെരഞ്ഞിട്ടായിരിക്കും ഒരു പയ്യന് വിവാഹം ഉറക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് വേണ്ടാന്ന് പറഞ്ഞ അഫെയർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വേറൊരു വിവാഹം നോക്കുന്ന സമയത്ത് അവൻ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാവാൻ സാധ്യതയല്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുള്ള നാട്ടിലുള്ള കാരണവന്മാർ കുറേ ആൾക്കാർ അനാവശ്യമായിട്ടും പറഞ്ഞിട്ട് അയാളെ പിന്നെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുക ചെയ്യാം. പക്ഷെ അതിലുപരി അവർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരുപാട് ക്യാഷ് ആയിരിക്കും നിങ്ങൾക്ക് മഹർ വാങ്ങാനും ആ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ആ ഒരു നിക്കാഹിനോ വേണ്ടി ചെലവാക്കുന്നുണ്ടാവുക. അതോടുകൂടി അവിടെ ലൈഫിന്റെ പകുതി സമ്പാദ്യം തന്നെ തീരാന്നല്ല. അപ്പൊ ഈ ഒരു കാര്യം രക്ഷിതാക്കളും മനസ്സിലാക്കുക, അതുപോലെ പെൺകുട്ടികളും മനസ്സിലാക്കുക. നിങ്ങളൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ കരിയറിന് ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടല്ല ആ ഒരു ജീവിതത്തിലേക്ക് കിടക്കേണ്ടത്.